Welcome to Entrance Physics 57. ഫ്രിക്ഷൻ്റെ കുറച്ച് ചോദ്യം ഒന്ന് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ വരും. A uniform flexible chain of length 4 meter having self weight passes over a smooth pulley with 1 meter length of the chain hanging at one side of the pulley. Acceleration of the pulley of a point on the rim of the pulley at this stage is A. 2.5 meter per second square, B. 7.5 meter per second square, C. 5 meter per second square, D. 10 meter per second square. ഇതാണ് സിറ്റുവേഷൻ. പുള്ളി കൂടെ ഒരു ഫ്ലെക്സിബിൾ ചെയിൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സൈഡിൽ 1 മീറ്ററാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ആകെ 4 മീറ്ററാണ്. അപ്പോൾ ഇത് ഈ ലെങ്ത് എങ്ങനെ കളക്ട് ചെയ്യാം? ഇതപ്പോൾ 3 മീറ്റർ എന്നിരിക്കട്ടെ, എത്രയും ആയിക്കോട്ടെ. ഇത് 1 മീറ്റർ, നമുക്ക് ഇതായിപ്പോൾ പ്രശ്നം. അപ്പോൾ ഇത് ഈ 1ഉം ഇത് 3യും. ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള എക്സസ് വെയ്റ്റാണ്. എക്സസ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എക്സസ് ലെങ്തിൻ്റെ വെയ്റ്റ്. ഇവിടെ ഇപ്പോൾ ഈ ലെങ്ത് അങ്ങ് വെയ്റ്റായിട്ട് എടുത്തുകൊള്ളുക. 1 മീറ്റർ എന്ന് പറയുമ്പോൾ വെയ്റ്റ് 1 കിലോഗ്രാം എന്നങ്ങ് എടുക്കുക, സെൽഫ് വെയ്റ്റ്. നമുക്കിപ്പോൾ എൻട്രൻസ് ആകുമ്പോൾ അതിനകത്ത് മാസ് വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഒന്നും കാണണ്ട. ഈ യൂണിഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ തന്നിരിക്കുന്ന ലെങ്ത് വെയ്റ്റായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ 1 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ വെയ്റ്റ് mg, 1 × g. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3 × g, mg. അപ്പോൾ എക്സസ് വെയ്റ്റ് ഓൺ ദിസ് പാർട്ട് ഓഫ് ദി ചെയിൻ ഈസ് 3g - g. അതാണ് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തുള്ള എക്സസ് വെയ്റ്റ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ F/m. F എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 3g - g ഡിവൈഡഡ് ബൈ മാസ് ഈസ് 4. മൊത്തം ലെങ്ത് 4 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെയ്റ്റ് 4 കിലോഗ്രാം മാസ്. അപ്പോൾ this is 2g by 4 or 2 × 10 by 4. That is 5 meter per second square. That's all. ഒരു സെക്കൻഡ് മതി. അടുത്തത്, the coefficient of friction between 2 blocks A and B is 0.3. The blocks rest on a frictionless horizontal surface. The maximum horizontal force F that can be applied to the lower block so that the blocks will move together. ഫിഗർ തന്നിട്ടുണ്ട്. A 27 Newton, B 15 Newton, C 12 Newton, D 19 Newton. A, B. ഇത് 5 Newton, 5 കിലോഗ്രാം, 4 കിലോഗ്രാം. ഇതൊരു സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസാണ്. ഇതും കൂടെയുള്ള ഫ്രിക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3. അപ്പോൾ ഇവിടെ ലോവർ ബ്ലോക്കിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്യുന്നു. അങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകാൻ പാടില്ല. ഇത് തമ്മിലുള്ള ഫ്രിക്ഷൻ ഇവരെ ഒന്നിച്ച് പിടിച്ച് നിർത്തണം. ഒരു
ലിമിറ്റ് കഴിഞ്ഞാൽ അപ്പുറമുള്ള ഫോഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടായിട്ട് സ്ലിപ്പ് ചെയ്ത് മാറും. അങ്ങനെ സംഭവിക്കാതെ ഇതൊന്നിച്ച് മൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ഗ്രാവിറ്റിയിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത് വെയിറ്റാണ്, mg. ആ വെയിറ്റിൽ നിന്നുണ്ടാവുന്ന നോർമൽ റിയാക്ഷനാണ് അവിടെ ഫ്രിക്ഷൻ്റെ മെഷർ. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് μmg, മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ്. അതിൻ്റെ ഫ്രിക്ഷൻ എന്നുള്ള പോസ്റ്റിംഗ് ഒന്നുകൂടെ കാണുക. 2 പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്രിക്ഷൻ്റെ, ഈ തിയറിറ്റിക്കൽ പാർട്ട്. കോസ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ്റെ ജനറൽ ആസ്പെക്ട്സ് അതിന് മുമ്പ് ഒരു പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽസ് FR ഈക്വൽസ് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. വെയിറ്റ് ഉള്ളിടത്ത് നോർമൽ റിയാക്ഷൻ വെയിറ്റ് അങ്ങ് എടുക്കുക. ഹൊറിസോണ്ടൽ സർഫസിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ വെയിറ്റാണ് അവിടുത്തെ നോർമൽ റിയാക്ഷൻ തുല്യമായിട്ട് വരുന്നത്. അപ്പോൾ μmg എങ്കിൽ ആക്സിലറേഷൻ A ഈക്വൽസ് F/m, μmg/m or μg. അപ്പോൾ ഫ്രിക്ഷൻ്റെ സിറ്റുവേഷനിൽ ആക്സിലറേഷൻ A ഈക്വൽസ് മ്യൂ ഇൻറ്റു ജി ആണ്. അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ A മാക്സിമം ഈക്വൽസ് മ്യൂ എസ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ജി. മ്യൂ ഇവിടെ 0.3 തന്നിട്ടുണ്ട്, ഇൻറ്റു ജി 10 m/s². സോ 0.3 × 10 ഈസ് 3. എങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F ഈക്വൽസ് ma. ഇവിടെ m എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും കൂടെ മൊത്തം മാസ് വേണം. ഈ മൊത്തം മാസിന് ഒരേ ആക്സിലറേഷൻ ചെല്ലണമെങ്കിലേ ഒന്നിച്ച് പോവുള്ളൂ. അപ്പോൾ F ഈക്വൽസ് എമ്മിൻ്റെ സ്ഥാനത്ത് 4 + 5 × 3 or 9 × 3, that is 27 Newton. സോ ഇവിടെ കൊടുക്കാവുന്ന മാക്സിമം ഫോഴ്സ് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാതെ മൂവ് ചെയ്യണമെങ്കിൽ എഫിൻ്റെ മാക്സിമം വാല്യൂ 27 Newton. The choice is A. അടുത്ത ചോദ്യം, മാസ് ഓഫ് ക്യാപിറ്റൽ A equals 10 kilogram and mass of B is 5 kilogram. Coefficient of static friction between A and the horizontal surface is 0.2. The minimum mass of C to prevent sliding. A ഫിഗർ തന്നിട്ടുണ്ട്. A 15 kilogram, B 5 kilogram, C 10 kilogram, D 20 kilogram. ഇതാണ് സിറ്റുവേഷൻ. എ എന്ന് പറയുന്ന ബ്ലോക്കിന് മുകളിലൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് സി. ഇത് കേബിളിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോഡ 5 kilogram. ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യും. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാതെ ഇതിനെ തടഞ്ഞ് നിർത്തണമെങ്കിൽ ഈ സിയുടെ മാസ് എത്ര ആയിരിക്കണമെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നതായി കോഡിലെ ടെൻഷനാണ്. ഈ ഭാഗം നോക്കിയാൽ മനസ്സിലാകും. ടെൻഷൻ T ഈക്വൽസ് 5 kilogramൻ്റെ വെയിറ്റ്, ഓർ T ഈക്വൽസ് mg 5 × 10 or 50 Newton. ഈ ടെൻഷന് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു MA. F ഈക്വൽസ് MA. M എന്ന് പറയുമ്പോൾ A ബ്ലോക്കിൻ്റെ മാസ് പ്ലസ് C ബ്ലോക്കിൻ്റെ മാസ് ഇൻറ്റു A. ഈ ടിയുടെ സ്ഥാനത്ത് 50 ഈക്വൽസ് എയുടെ മാസ് 10 പ്ലസ് സിയുടെ മാസ് ഇൻറ്റു A ഈസ് മ്യൂ ഇൻറ്റു ജി. മുമ്പത്തെ ചോദ്യം കണ്ടതാണ്. ആക്സിലറേഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ മ്യൂ ജി, അല്ല മ്യൂ എസ് ഇൻറ്റു ജി. ഇവിടുന്ന് ദറ്റ് ഈസ് ഇവിടുന്ന് സി കാണാം. 10 + C ഈക്വൽസ് 50/μg. ദറ്റ് ഈസ് 50/μ ഈസ് 0.2 × 10. ദിസ് ഈസ് 25. Therefore C ഈക്വൽസ് 25 minus 10, 15 kilogram. That is the answer.
Another one. A homogeneous chain or uniform chain throughout the length ഒരേ രീതിയിലാണ് മാസ്. A uniform chain of length L lies on a table. Maximum length hanging over the table if the coefficient of static friction between the chain and the table is 0.2 will be A. L by 3, B. L by 5, C. L by 3, D. 2L by 3. ഈ പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ ഇതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ടേബിൾ ടോപ്പിൽ നിന്നൊരു ചെയിൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക. ഈ ഹാങ് ചെയ്തിരിക്കുന്ന പാർട്ട് ഈ ലെങ്ത് LH എന്നിരിക്കട്ടെ. അപ്പോൾ മൊത്തം ലെങ്ത് L ആണെങ്കിൽ ടേബിൾ ടോപ്പിൽ റിമെയിൻ ചെയ്യുന്ന ലെങ്ത് L മൈനസ് LH. തീർച്ചയായിട്ടും ഇത് നിരങ്ങി താഴോട്ട് വീഴരുത്. എങ്കിൽ LH എത്ര എന്നാണ് കാണേണ്ടത്. ഈ LHൻ്റെ വെയിറ്റ് ഈ ഫ്രിക്ഷൻ ഇങ്ങോട്ട്, LHൻ്റെ വെയിറ്റ് നേരെ ഇങ്ങോട്ട് വരും, ഇതേല്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യണം. സോ ഫ്രിക്ഷൻ ഓവർ friction on L minus LH must be equal to weight of LH. അതാ കണ്ടീഷൻ. ഇത്രയും പാർട്ടിലാണ് ഫ്രിക്ഷൻ വരുന്നത്, അതാ ടേബിളുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ അത്രയും പാർട്ടിൽ ജനറേറ്റഡ് ആവുന്ന ഫ്രിക്ഷൻ ഈ ഹാങ്ങിങ് പാർട്ടിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കണം. ഇത് ഇവിടെ നമുക്ക് ഈ മുമ്പേ ചെയ്ത ഒരു പ്രോബ്ലത്തിലോട്ട് ഈ ലെങ്ത് അങ്ങ് വെയിറ്റായിട്ട് എടുത്തോളുക. അപ്പോൾ അത് നേരിട്ട് വെയിറ്റ് MG എന്നങ്ങ് എടുക്കുക. എല്ലിന് ലെങ്ത് അങ്ങ് MG ആയിട്ട് അങ്ങ് എടുത്തോളുക, യൂണിഫോം ചെയ്യുന്നില്ലേ. അപ്പോൾ ഇത്രയും പാർട്ടിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ L മൈനസ് LH. എങ്കിൽ നോർമൽ റിയാക്ഷൻ L മൈനസ് മ്യൂ MG. അപ്പോൾ മ്യൂ ഇൻറ്റു L മൈനസ് LH, അതായത് ഫ്രിക്ഷൻ. ഇതിലുള്ള ഫ്രിക്ഷൻ മ്യൂ MG, മ്യൂ ഇൻറ്റു MGക്ക് വരെ L മൈനസ് LH ഈക്വൽസ് LH. ഇത്രയും പാർട്ടിൻ്റെ വെയിറ്റ് LH, ഫ്രം വിച്ച് ഇത് മ്യൂ ഈസ് 0.2 ഇൻറ്റു L മൈനസ് 0.2 ഇൻറ്റു LH ഈക്വൽസ് LH, ഓർ LH ഈക്വൽസ് 0.2 L by 1 plus 0.2. That is 2L by 12 or L by 6. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ലെങ്ത് ചിലപ്പോൾ ഏരിയ ഒക്കെ നമുക്ക് നേരിട്ട് മാസെന്നും പറഞ്ഞങ്ങ് ചെയ്യാം. എൻട്രൻസിൽ സമയം ഒത്തിരി ലാഭിക്കാം. Another one. A 10 kilogram block rests on a horizontal surface and the coefficient of static friction is 0.6. Acceleration produced by an applied force of 50 Newton will be A. 5 meter per second square, B. 0, C. 1 meter per second square, D. 11 meter per second square. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ടേബിളിൽ സർഫസിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു 10 കിലോഗ്രാം ബ്ലോക്ക്. അവർ തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.6 എങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് ഈ ബ്ലോക്കിൽ അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് കാണേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. ഇവിടെ MG വെയിറ്റ്, ഫ്രിക്ഷൻ FR ഈക്വൽസ് മ്യൂ MG, ദറ്റ് ഈസ് 0.6 ഇൻറ്റു 10 kilogram into G10, that is 60 ന്യൂട്ടൺ. അപ്പോൾ ഫ്രിക്ഷൻ 60 ന്യൂട്ടണാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? 60 ന്യൂട്ടൺ ഫോഴ്സോ അതിൽ കൂടുതലോ ചെന്നാൽ മാത്രമേ ഈ ബ്ലോക്ക് ചലിക്കൂ. ലിമിറ്റിംഗ് ഫ്രിക്ഷനായി 60 എന്ന് പറയുന്നത്. അപ്പോൾ 60 ന്യൂട്ടണോ അതിൽ കൂടുതലോ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ബ്ലോക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോഴല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ 50 ന്യൂട്ടനെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ
ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനൊക്കെ കുറവാ 50 ന്യൂട്ടൺ, ബ്ലോക്ക് വോണ്ട് മൂവ്, സോ ദാറ്റ് ആക്സിലറേഷൻ വിൽ ബി 0. So here choices B is the choice. 60 ന്യൂട്ടണോ അതിന് മുകളിലോട്ടോ ആണെങ്കിലേ ആക്സിലറേഷൻ ഉണ്ടാവൂ. ഇപ്പോൾ 70 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ അതിൽ 60 ന്യൂട്ടൺ ഒപ്പോസ് ചെയ്തപ്പോൾ റിസൾട്ടൻ്റ് 70 - 60 F എടുക്കണം, ദറ്റ് ഈസ് 10. എങ്കിൽ ആക്സിലറേഷൻ F/m, ദറ്റ് 10 by mass of the block, that will give you the acceleration. 60 വരെ acceleration 0. The system will not move. Thank you.